നമസ്കാരം. പ്രധാന വാർത്തകൾ. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായി നിതിൻ മധുക്കർ ജംദാർ ചുമതലയേറ്റു. രാജ്ഭവനിൽ നടന്ന ചടങ്ങിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. മുഖ്യമന്ത്രി പിണറായി വിജയൻ, മന്ത്രി പി രാജീവ്, സ്പീക്കർ എൻ ഷംസീർ, പ്രതിപക്ഷ നേതാവ് വി സതീശൻ, ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ എന്നിവർ സന്നിഹിതരായിരുന്നു. മഹാരാഷ്ട്ര സ്വദേശിയായ നിതിൻ മധുക്കർ നേരത്തെ മുംബൈ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്നു. ബോംബെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് DK ഉപാധ്യായ കഴിഞ്ഞാൽ ഏറ്റവും സീനിയറായ ജഡ്ജിയാണ് നിതിൻ ജംദാർ. കാട്ടുപന്നി കുറുകെ ചാടി പരിക്കേറ്റ ബൈക്ക് യാത്രികൻ മരിച്ചു. കാട്ടുപന്നി കുറുകെ ചാടിയതിനെ തുടർന്ന് പരിക്കേറ്റ ചികിത്സയിലായിരുന്ന ബൈക്ക് യാത്രികൻ മരിച്ചു. വിതുര തൊളിക്കോട് സ്വദേശി ഷെബിൻ ഷാജിയാണ് മരിച്ചത്. 22 വയസ്സായിരുന്നു. ഇന്നലെ രാത്രി 8 മണിക്ക് വിതുര പ്ലാന്തോട്ടത്താണ് അപകടമുണ്ടായത്. തലയ്ക്ക് പരിക്കേറ്റ ഷെബിൻ നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയായിരുന്നു. ഒപ്പമുണ്ടായിരുന്ന ഷെഹിൻ ഷാ നിസാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. ദേശീയപാതയിൽ കാറിൽ ഒരു കുടുംബത്തിലെ 5 പേർ മരിച്ച നിലയിൽ. ദേശീയപാതയിൽ ഉപേക്ഷിക്കപ്പെട്ട കാറിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയെന്ന് പോലീസ് പറഞ്ഞു. സംഭവം കൂട്ട ആത്മഹത്യയാണെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. തിരുച്ചി കരയക്കുടി ദേശീയപാതയിലാണ് കാർ നിർത്തിയിട്ട നിലയിൽ കണ്ടെത്തിയത്. നാട്ടുകാർ പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. തുടർന്ന് പോലീസ് എത്തി പരിശോധിച്ചപ്പോഴാണ് മൃതദേഹങ്ങൾ കണ്ടത്. 50-കാരനായ ബിസിനസ്സുകാരനായ മണികണ്ഠൻ, ഭാര്യ നിത്യ, അമ്മ സരോജ, അവരുടെ 2 കുട്ടികൾ എന്നിവരാണ് മരിച്ചതെന്ന് തിരിച്ചറിഞ്ഞു. കണ്ടെത്തിയ സ്ഥലത്ത് നിന്നും 200 കിലോമീറ്റർ അകലെയുള്ള സ്ഥലത്താണ് ഇവർ താമസിക്കുന്നത്. വിഷം കഴിച്ച് മരിച്ചതെന്നാണ് സംശയം. കാറിൽ നിന്ന് ഒരു കുറിപ്പും പോലീസ് കണ്ടെടുത്തു. ആത്മഹത്യയ്ക്ക് കാരണം എന്താണെന്നും വ്യക്തമായിട്ടില്ല. സംഭവത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണെന്നും പോലീസ് പറഞ്ഞു. പണമിടപാടുകാരിൽ നിന്ന് സമ്മർദ്ദത്തിലായിരുന്നുവെന്നും അന്വേഷിക്കുകയാണ്. ലോഹക്കച്ചവടത്തിൽ ഏർപ്പെട്ടിരുന്ന മണികണ്ഠൻ കടക്കണിയിലായിരുന്നുവെന്നാണ് റിപ്പോർട്ട്. മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനായി പുതുക്കോട്ട സർക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. റാം കെയർ ഓഫ് ആനന്ദിയുടെ വ്യാജപ്പതിപ്പ് പ്രചരിപ്പിച്ചു. പൂന്തുറ സ്വദേശി പിടിയിൽ. അഖിൽ P ധർമ്മജന്റെ റാം കെയർ ഓഫ് ആനന്ദി എന്ന നോവലിന്റെ വ്യാജപ്പതിപ്പ് നിർമ്മിക്കുകയും വിതരണം ചെയ്യുകയും ചെയ്ത കേസിൽ തിരുവനന്തപുരം പൂന്തുറ സ്വദേശി ഹബീബ് റഹ്മാൻ കസ്റ്റഡിയിൽ. എറണാകുളം സെൻട്രൽ പോലീസിന്റേതാണ് നടപടി. DC ബുക്സിനാണ് പുസ്തകത്തിന്റെ പ്രസിദ്ധീകരണ പകർപ്പവകാശം. മറൈൻ ഡ്രൈവിൽ നടന്ന ഗുണ കേവ് എക്സിബിഷൻ സെന്ററിലെ പുസ്തക സ്റ്റാളിലാണ് റാം കെയർ ഓഫ് ആനന്ദി എന്ന പുസ്തകത്തിന്റെ വ്യാജപ്പതിപ്പുകൾ പകർപ്പവകാശ നിയമത്തിന് വിരുദ്ധമായി വിൽക്കുന്നതായി കണ്ടെത്തിയത്. സോഷ്യൽ മീഡിയയിലൂടെയും അല്ലാതെയും ഇത്തരത്തിൽ വ്യാജ പുസ്തകങ്ങൾ വ്യാപകമായി പ്രചരിക്കുന്നതിനെതിരെ ശക്തമായ നടപടികളാണ് പോലീസ് സ്വീകരിക്കുന്നത്. ഇന്ത്യൻ പകർപ്പവകാശ നിയമപ്രകാരമാണ് പ്രതികൾക്കെതിരെ കേസെടുക്കുന്നത്. നടിയെ ആക്രമിച്ച കേസ്. ദിലീപും പൾസർ സുനിയും ഉൾപ്പെടെയുള്ള പ്രതികൾ കോടതിയിൽ. നടിയെ ആക്രമിച്ച കേസിൽ 2ാം ഘട്ട വിചാരണ നടപടികൾക്ക് തുടക്കമായി. കോടതിയുടെ ചോദ്യം ചെയ്യൽ ആരംഭിച്ചു. പ്രതികൾ കോടതിയിൽ ഹാജരായി. ദിലീപ്, പൾസർ സുനി, മാർട്ടിൻ എന്നിവരാണ് ഹാജരായത്. അടച്ചിട്ട മുറിയിലാണ് വിചാരണ നടപടികൾ നടന്നത്. പ്രതികളുടെ വിസ്താരം നാളെയും തുടരും. നടിയെ ആക്രമിച്ച കേസിൽ നിലവിൽ പ്രോസിക്യൂഷൻ സാക്ഷികളെ വിസ്തരിക്കൽ മാത്രമാണ് പൂർത്തിയായിട്ടുള്ളത്. പ്രതിഭാഗം സാക്ഷികളുടെ വിസ്താരം നടക്കേണ്ടതുണ്ട്. ഇതുകൂടി കഴിഞ്ഞ് ഏതാനും മാസങ്ങൾക്കുള്ളിൽ അന്തിമവാദം കേൾക്കാനിരിക്കെയാണ് പൾസർ സുനി ജയിൽ മോചിതനാകുന്നത്. ഇതിനു പുറമെ തന്നെ ആക്രമിച്ച ദൃശ്യങ്ങൾ അനധികൃതമായി പരിശോധിച്ചതുമായി ബന്ധപ്പെട്ട് അതിജീവിത നൽകിയ ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിലുമാണ്.